ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന UI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടിപ്സാണ്. അപ്പോൾ അറിയാം, നമുക്ക് നോർമലി മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളൊരു UI ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ RTL വേർഷൻ ചെയ്യേണ്ടി വരും. അപ്പം RTL എന്ന് പറയുമ്പോൾ നമുക്കറിയാം LTR ഉണ്ട്, RTL രണ്ട് വേർഷൻസ് ഉണ്ട്. LTR എന്ന് പറയുന്നത് നമ്മൾ നോർമൽ കാണുന്ന ഇംഗ്ലീഷ് വേർഷനെയാണ് LTR വേർഷൻ എന്ന് പറയുന്നത്. അത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് റീഡ് ചെയ്യുന്ന രീതിയിലുള്ള UIനെ നമുക്ക് LTR എന്ന് പറയാം. ഇനി RTL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ്. ഇപ്പം എസ്പെഷ്യലി അറബിക് ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് റീഡ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ കേസിൽ നമുക്ക് ഇതിനെ എങ്ങനെ നമ്മൾ LTR വേർഷനെ RTLിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിത് പറയാൻ പോകുന്നത്. അപ്പം ഇതിന് നമ്മൾ ഫിഗ്മ യൂസ് ചെയ്തിട്ട് ഫിഗ്മയിലൊരു പ്ലഗിൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മൾ പ്ലഗിൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമുക്കത് RTLിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് LTR വേർഷൻ. അപ്പം LTR ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ RTL സിമ്പിളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്താക്കാം, വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫിഗ്മ ഓപ്പൺ ചെയ്തു. ഫിഗ്മയിൽ നമുക്കൊരു ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു UI ചെയ്യുകയാണ്. ആ UIനെ നമുക്ക് എങ്ങനെ RTLിലേക്ക് മാറ്റാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താക്കാം, UI ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ജസ്റ്റ് ഒരു ആർട്ട് ബോർഡ് എടുക്കുകയാണ്. ഒരു ഐഫോൺ സൈസിൽ, ഒരു 16 പ്രോൻ്റെ സൈസിൽ ഞാനൊരു ആർട്ട് ബോർഡ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കതിലൊരു ജസ്റ്റ് ഒരു പ്രൊഫൈൽ പേജ് നമുക്ക് ഫിഗ്മയിൽ ക്രിയേറ്റ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള പ്രൊഫൈൽ പേജ് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ റേഡിയസ് ഞാൻ ജസ്റ്റ് ഒരു 24 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു പ്രൊഫൈൽ പിക്ക് വേണം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു UI ഫസ്റ്റ് ചെയ്യാം, LTR വേർഷന് ചെയ്യാം. എന്നിട്ട് അതിനെ RTLിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടും മനസ്സിലാവും. ഞാൻ ചെയ്ത പോലെ നിങ്ങൾക്ക് വേണം പ്രൊഫൈൽ പേജ് ചെയ്യുക, അല്ലെങ്കിൽ ലിസ്റ്റിംഗ് പേജ് ചെയ്യുക. അത് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു UI ഡിസൈൻ ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ LTR ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ RTLിൽ സിമ്പിളാണ്. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു പ്രൊഫൈൽ പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. മുകളിലൊരു പ്രൊഫൈൽ പിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു നെയിം കൊടുക്കാം. ഞാനൊരു 24 pixൽ ഒരു നെയിം കൊടുക്കുകയാണ്. കുറച്ച് ബോൾഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതിനെ സെൻറ്റർ അലൈൻ ചെയ്തു. പിന്നെ നമുക്കിതിന് ഗ്രിഡ് എനേബിൾ ചെയ്യാം. നമുക്കിതിന് ഗ്രിഡ് ആഡ് ചെയ്യാം. കോളം കൊടുക്കാം. നമുക്ക് 4 കോളം കൊടുത്താൽ മതി. നമ്മൾ മൊബൈൽ ആപ്പൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ 4 കോളം കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗട്ടർ ഒരു 24 കൊടുക്കാം, അല്ലെങ്കിൽ 16 കൊടുക്കാം. 16 ഈസ് ഫൈൻ. അതുപോലെ മാർജിന് ഞാൻ 24 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അപ്പം നമുക്കൊരു പ്രൊഫൈൽ പിക്കിൻ്റെ ഒരു സൈസ് ഞാനൊരു 130 പിക്സലിൽ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് കൊടുക്കുകയാണ്. 130. ഓക്കെ, സെൻറ്റർ അലൈൻ ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ പിക്ചർ കൊടുത്തു. പ്രൊഫൈൽ നെയിം കൊടുക്കാം. നെയിം തോമസ് മില്ലർ. ഓക്കെ, 24 ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 24 ഗ്യാപ്പ്. നമ്മൾ ടെക്സ്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ LTRൽ ശ്രദ്ധിക്കേണ്ടത്, അതായത് RTLിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡിസൈൻ ആണെങ്കിൽ നമ്മൾ LTR ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഈ പ്രോപ്പർട്ടി സൈഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുറച്ച് സാധനങ്ങൾ ചെയ്യാനുണ്ട്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെന്താ ഈ ഓട്ടോ വിഡ്ത്ത് നമ്മളെ എനേബിൾ ചെയ്തിടണം. ഒരിക്കലും നമ്മൾ ഈ ഓട്ടോ ഹൈറ്റോ അല്ലെങ്കിൽ ഫിക്സ്ഡ് സൈസോ കൊടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ കുറവായിരിക്കും മേ ബി അറബിക്. അപ്പോൾ അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ ഫിക്സ്ഡ് ഹൈറ്റോ വിഡ്ത്തോ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസിങ് അവിടെ കിടക്കും. അപ്പം അത് നമ്മളെ UIനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഓട്ടോ വിഡ്ത്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് എന്താവും, ആ ഫോൺ സൈസിനെ ബേസ് ചെയ്തിട്ട് നമ്മളെ സൈസ് ഫിറ്റ് ആയിക്കോളും. പിന്നെ അതുപോലെ സെൻറ്റർ അലൈൻ ചെയ്യുന്ന സാധനം ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ തന്നെ കൊടുക്കുക, ലെഫ്റ്റ് കൊടുക്കരുത്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ടെക്സ്റ്റിൻ്റെ ലെങ്ത്ത് ആണെങ്കിൽ അറബിയിൽ ചെറുതായിരിക്കും അല്ലെങ്കിൽ വലുതായിരിക്കും. അപ്പം ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ സെൻറ്റർ അലൈൻമെൻറ്റ് നിങ്ങൾക്ക് കിട്ടില്ല.
അപ്പോൾ ആ ഒരു കേസിൽ നിങ്ങൾ സെൻറ്റർ അലൈൻ ആണെങ്കിൽ സെൻറ്റർ അലൈൻ തന്നെ കൊടുക്കുക, ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് കൊടുക്കുക, റൈറ്റ് ആണ് റൈറ്റ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇത് സെൻറ്ററാണ്, സെൻറ്റർ കൊടുത്തു. പിന്നെ നമുക്ക് ഇതിൽ കൊടുക്കേണ്ട അത്രയും കാര്യങ്ങൾ കൊടുത്താൽ മതി, ഇറ്റ്സ് മോർ ദാൻ എനഫ്. അതിനുശേഷം നമ്മളിവിടെ ജസ്റ്റ് ഒരു പ്രൊഫൈൽ പിക്ക് അപ്ഡേറ്റ് ചെയ്യാണ്. പ്ലഗിൻസിൽ യൂസർ പ്രൊഫൈൽ ഏതെങ്കിലും റാൻഡം പ്രൊഫൈൽ പിക്ക് കൊടുത്തു. ഓക്കെ, ഒരു പ്രൊഫൈൽ പിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ഞാനൊരു ഇമെയിൽ ID കൊടുക്കാണ്. ഇതിന് ഞാൻ ടെക്സ്റ്റ് അലൈൻ കൊടുത്തു, ഓട്ടോ വിഡ്ത്ത് കൊടുത്തു. ഇതിനെ ഞാൻ ഇവിടെ ഒരു അലൈൻ ചെയ്തു. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ലിസ്റ്റിങ്ങോ എന്തെങ്കിലും സ്റ്റാറ്റ്സോ കാര്യങ്ങളോ കൊടുക്കാം. ഒരു ബട്ടൺ പ്ലേസ് ചെയ്യാം. നമ്മൾ ബട്ടൺ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് അലൈന് നമ്മൾ സെൻറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ബട്ടൺ ഓട്ടോ ലേഔട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും ബട്ടൻ്റെ പൊസിഷൻ സെൻറ്ററിൽ തന്നെ കൊടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റോ റൈറ്റോ കൊടുക്കരുത്, സെൻറ്ററിൽ തന്നെ കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെയാണ്. പിന്നെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാം, നിങ്ങളുടെ ഡിസൈനിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ നമുക്ക് മുകളിലൊരു ബാക്ക് ബട്ടൺ അപ്ലൈ ചെയ്യാം. നമുക്കൊരു ബാക്ക് ബട്ടൺ കൊടുക്കാം. ഇവിടുന്ന് ടോപ്പിൽ നിന്ന് 48 px നമ്മുടെ ഈ ഒരു സെക്ഷന് 24 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ബാക്ക് ബട്ടനാണ്, 48 ആണ്. അപ്പോൾ ഇത് ഞാൻ ബ്ലൂവിൻ്റെ ഷെയ്ഡ്സ് കൊടുക്കാം, 10% ഓപ്പോസിറ്റ് കുറച്ചു. ഇത് നമുക്കൊരു ബാക്ക് ബട്ടൺ ആണ്. ഓക്കെ, ബാക്ക് ബട്ടൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഓക്കെ, അപ്പോൾ ബാക്ക് ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേണം കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബോഡിയിൽ കുറച്ച് കണ്ടന്റ് ആഡ് ചെയ്യാം. ഓക്കെ, ബോഡിയിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനത്തെ കണ്ടന്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏജിന് ഓട്ടോ വിഡ്ത്താണോ എന്ന് ശ്രദ്ധിക്കണം, ലെഫ്റ്റ് അലൈൻ ആണ്. അതുപോലെ റൈറ്റ് ആണിത്, നമുക്ക് റൈറ്റ് അലൈൻ കൊടുക്കുക, അതുപോലെ ഓട്ടോ വിഡ്ത്ത് കൊടുക്കുക, പിന്നെ റൈറ്റിലേക്ക് അലൈൻ ചെയ്യാം. ഓക്കെ, ദിസ് ഫൈൻ. സോ ഇതിനെ ഞാൻ രണ്ടിനും ഓട്ടോ ലേഔട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓട്ടോ ലേഔട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട്, ഓട്ടോ ആക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ബിലോ ഉള്ള ഓരോ കണ്ടന്റ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനെ ഞാൻ കട്ട് ചെയ്തു ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോപ്പിൽ നിന്നൊരു 48 ഗ്യാപ്പ് കൊടുക്കാം. 48. ഓക്കെ, ദിസ് ഈസ് ഫൈൻ. ഇനി ഞാൻ ഈ ജെൻഡർ എന്നുള്ള ബാക്കിയുള്ള ഡീറ്റെയിലും ഈ സെയിം സ്ട്രക്ചറിൽ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്ക്രീൻ UI സ്ക്രീൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കറിയാം, ഇതാണ് നമ്മൾ ചെയ്ത പ്രൊഫൈൽ പിക്ക്. ഡിസൈന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തതെന്നുള്ളൂ, നിങ്ങൾക്ക് ഇതിന് നല്ലോണം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറച്ചും കൂടി നമ്മൾ 48 വരെ പോകാം. ഓക്കെ, 34 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനവിടെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ പേജ്. അപ്പോൾ ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് RTLലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ക്ലോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലോൺ എടുത്ത് വെച്ചു, അതിൻ്റെ ഒരു ക്ലോൺ എടുത്തു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ RTLലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആർട്ട് ബോർഡ് സെലക്ട് ചെയ്യാം, അതായത് ഫ്രെയിം സെലക്ട് ചെയ്യാം, നിങ്ങൾ പ്ലഗിനിലേക്ക് പോവാം. അതിനുശേഷം ഇവിടുന്ന് RTL ചൂസ് ചെയ്യുക. RTL എന്ന് സെർച്ച് ചെയ്യുക, RTL ലേഔട്ട് കാണാം. RTL ലേഔട്ട് മിറർ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന പ്ലഗിൻ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയലോഗ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സെറ്റിങ്സ് കാണാം. അതായത്
ഇതിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ലാംഗ്വേജ് കൂടെ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ടെക്സ്റ്റിനെ നിങ്ങളെ പർട്ടിക്കുലർ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ മിറർ, ഇൻസ്റ്റൻറ്റ് ആൻഡ് പാരൻറ്റ് കോമ്പണൻറ്റ്. നമ്മൾ ഈ കോമ്പണൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വലിയ പ്രൊജക്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് കോമ്പണൻറ്റും അതിൻ്റെ ഇൻസ്റ്റൻസിന് വരെയും നമുക്ക് എന്താക്കാൻ പറ്റും, ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. അതുപോലെ ക്രിയേറ്റ് RTL വേരിയൻറ്റ് ഫോർ എ പാരൻറ്റ് കോമ്പണൻറ്റ്. അതായത് നമുക്ക് ഒരു മെയിൻ കോമ്പണൻറ്റിൻ്റെ പാരൻ്റ് ആയിട്ടുള്ള വേരിയൻറ്റ് കോമ്പണൻസ് ഉണ്ട്. അതുവരെ നമുക്ക് എന്താക്കാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് RTLലേക്ക് മാറ്റാം. അതാണ് പറയുന്നത്. അതൊക്കെ എനേബിൾ ചെയ്തിടുക. പിന്നെ നിങ്ങൾക്ക് ഫോണ്ട് മാറ്റണമെങ്കിൽ ഫോണ്ട് മാറ്റാം. ഇതൊക്കെ ലൈസൻസ്ഡ് ആണ്. നിങ്ങൾക്ക് ഫ്രീ വേർഷൻസിൽ ഫോണ്ട് മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്കൊരു പർട്ടിക്കുലർ 5 ട്രാൻസ്ലേഷൻ മാത്രമേ പറ്റൂ ഫ്രീ വേർഷനിൽ. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫോണ്ടും കാര്യങ്ങളൊക്കെ ഫോണ്ട് ഫാമിലിയൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി കോമ്പണൻസിൻ്റെ മാറ്റാം, ഫ്രെയിമിനെ മാറ്റാം, അങ്ങനത്തെ A to Z ഉണ്ട്. ഓരോ കോമ്പണൻറ്റ് നിങ്ങൾക്ക് മാസ്റ്റർ കോമ്പണൻറ്റിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഫ്രെയിമാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രെയിം ചൂസ് ചെയ്യാം. പിന്നെ ഫ്രം ഓട്ടോ ഡിഡക്റ്റ് ആണ്. നിങ്ങളുടെ കറണ്ട് ഫ്രെയിമിന് ഓട്ടോ ഡിഡക്റ്റ് ചെയ്യും. അതിനുശേഷം ഏതാണ് ലാംഗ്വേജ് അത് നിങ്ങൾക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. ഞാൻ അറബിക്കാണ് ചൂസ് ചെയ്തത്. പിന്നെ ഇത് നമ്മൾ എനേബിൾ ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ. ജസ്റ്റ് മിറർ ആൻഡ് ട്രാൻസ്ലേറ്റ് ഫ്രെയിം കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം സിമ്പിളായിട്ട് നിങ്ങളെ സാധനം ഫ്ലിപ്പായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, LTRഉം RTLഉം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ 2 വേർഷൻസ് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ബട്ടണ് തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്, നെയിം ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഈ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ആണെങ്കിൽ ബട്ടൺ ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്. A to Z കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇംഗ്ലീഷിൽ, അതായത് LTR ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതേസമയത്ത് നിങ്ങൾ ഇതൊന്നും ഓട്ടോ വിഡ്ത്തൊന്നും കൊടുക്കാതെ ആ ടെക്സ്റ്റ് പ്ലേസ് ചെയ്തതെങ്കിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ വലിയ പ്രൊജക്റ്റിനൊക്കെ 1 ക്ലിക്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ ഈസിയാണ്. LTR to RTLലേക്ക് കൺവേർട്ട് ചെയ്യാൻ സുഖമാണ്. ഇനിയിപ്പോൾ ഇതിൽ തന്നെ ചെറിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്ക് ബട്ടൺ ഫ്ലിപ്പായിട്ടില്ല. അപ്പോൾ ബാക്ക് ബട്ടൺ ഫ്ലിപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള LTRലെ നിങ്ങൾ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അതായത് ഇപ്പോൾ മാസ്റ്റർ കോമ്പണൻ്റ് ഒക്കെ ആണെങ്കിൽ LTR RTL സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്താക്കാൻ പറ്റും, ആരോസും ഐക്കൺസും ഒക്കെ ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കുക. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലത്തെ അഡ്വാൻസ് ആയിട്ടുള്ള സിമ്പിൾ ടിപ്സും ട്രിക്സും ഒക്കെ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയാണെങ്കിൽ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ടിപ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. സീ യു, ബൈ ഗൈസ്.